Hi everyone, I'm Dr. Varsha and welcome to Dr. Varsha's Eye Space. ഇന്ത്യ ഇന്ന് അറിയപ്പെടുന്നത് തന്നെ ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എങ്ങനെ നമുക്ക് ഈ ഒരു പേര് കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറും ഷുഗർ സ്പൈക്ക് കൊണ്ട് മാത്രമാണോ ഡയബറ്റിസ് ഇത്ര കൂടുതലായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ 25 to 35 വയസ്സ് വരെയുള്ള യുവാക്കളിൽ വരെ നമ്മൾ ഡയബറ്റിസിന്റെ സിവിയർ കണ്ടീഷൻ കാണപ്പെടുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഇന്നൊന്ന് നോക്കാം. ഇപ്പോ 10 കോടിയിലധികം പേർക്ക് ഡയബറ്റിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും കൂടുതലാണ് പ്രീ ഡയബറ്റിസ് ഉള്ളവരുടെ എണ്ണം. അപ്പോൾ ഇത്ര പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യക്കാരുടെ ജനിതകഘടന എന്ന് പറയുന്നത് ഡയബറ്റിസ് ഉണ്ടാവാൻ വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ ബോഡി വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വയറിലെ കൊഴുപ്പൊക്കെ കൂടുതലാണ്, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് പോലും നമ്മൾക്ക് പെട്ടെന്ന് ഡയബറ്റിസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നുള്ള ക്യാപ്ഷൻ കിട്ടിയിട്ടുള്ളതും. നമ്മൾ ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗരത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ മെയിൻ മാറ്റങ്ങൾ തന്നെയാണ് ഇതിനൊക്കെയുള്ള മെയിൻ കാരണങ്ങളും. നമ്മൾ കൂടുതൽ നടക്കാതെയായി, ഇരുന്നു കൊണ്ട് തന്നെയുള്ള ജോലി ചെയ്യൽ, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലായി. നമ്മൾ എവിടെ പോകുമ്പോഴാണ് വാഹനത്തിലാണ് പോകുന്നത്. അങ്ങനെ ഈ കണ്ടീഷൻസ് ഒക്കെ കൊണ്ട് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു മാറ്റത്തിന് തയ്യാറാവുന്നതിന് മുന്നേ നമ്മുടെ ജീവിത രീതികൾ മൊത്തമായി മാറി. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇതിനൊരു മെയിൻ പങ്ക് വഹിക്കുന്നുണ്ട്. കാലറി കൂടുതലായ പ്ലേറ്റിൽ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ ഓവർ പ്രോസസ്ഡ് ആയിട്ട് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, എണ്ണ പലഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ കണ്ടീഷനും മാറുകയാണ് ചെയ്യുന്നത്. എല്ലാവരും പറയും പണ്ട് എല്ലാവരും ചോറ് കഴിച്ചിരുന്നില്ലേ, ഇപ്പോഴെന്താ ഷുഗറിൽ ചോറ് ഒഴിവാക്കണം അങ്ങനെയൊക്കെ പറയുന്നത്. ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. മുന്നേ ഉള്ളവർ കഴിച്ച ഫുഡ് തന്നെ ആയിരിക്കും കഴിക്കുന്നത്, പക്ഷെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതുപോലെ തന്നെ ടൈമിങ്ങും ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിപ്പോയി. നമ്മൾ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നതും ഇതൊക്കെ നമ്മുടെ ഡയബറ്റിസ് വരുന്നതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫുഡല്ല, പക്ഷെ ഫുഡിന്റെ ടൈമിങ്ങും ക്വാളിറ്റി, ക്വാണ്ടിറ്റിയാണ് മെയിൻ ആയിട്ട് മാറ്റം വന്നിട്ടുള്ളത്. വെളുത്ത അരി, മൈദ, ഓവർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ എണ്ണയിൽ വരത്തുള്ള ഫുഡ്, ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ 3 നേരവും ഈ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 3 നേരവും ഷുഗർ സ്പൈക്കാണ് ഉണ്ടാകുന്നത്, ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് ഡയബറ്റിസ് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നല്ല എല്ലാവർക്കും കൂടും, പക്ഷെ നമ്മൾ ഇന്ത്യയിലുള്ളവർക്ക് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ഇതാണ്. ഡയബറ്റിസ് ഉള്ളവര് ഡയറ്റ് ഫോളോ ചെയ്യുന്നു, എന്നിട്ടും എനിക്ക് എന്താ ഷുഗർ കുറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്തതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് മാറിയപ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ച് മാറിയിട്ടില്ല. ബോഡി ഇപ്പൊ മുന്നേ ഉള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ, മുന്നേ ഉള്ളവരാണെങ്കിൽ അവർ നല്ല ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രോഗങ്ങളൊന്നും മുന്നേ ഇത്രയും റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനാക്റ്റീവ് ആയപ്പോൾ നമ്മുടെ മസിൽസിന്റെ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല. മസിൽസിനെ നമുക്ക് ഇതിന്റെയൊക്കെ പ്രോസസ് ചെയ്യുന്ന ഫാക്ടറി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ മസിൽ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഇനാക്റ്റീവ് ആയി ഇരിക്കുമ്പോൾ ഇൻസുലിൻ കൂടുന്നു, അതുപോലെ തന്നെ ഷുഗറും കൂടുകയാണ് ചെയ്യുന്നത്. സ്ട്രെസ് കൊണ്ട് മാത്രം ഷുഗർ കൂടുന്നു പറഞ്ഞാൽ വിശ്വസിക്കോ? ഇതൊരു മിത്തായിട്ടായിരിക്കും അല്ലേ കരുതുന്നത്? എന്നാൽ ഇതൊരു സയൻസ് ആണ്. സ്ട്രെസ് കൊണ്ട് മാത്രം നമുക്ക് ഷുഗർ കൂടാം. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ്, നമ്മൾ ഉറങ്ങാൻ ചിലപ്പോൾ അധികം ആൾക്കാരും ചെറിയ യുവാക്കളായി കഴിഞ്ഞാലും വലിയവരായി കഴിഞ്ഞാലും 1 മണി 2 മണിയൊക്കെ ആവും. നമ്മൾ അപ്പോൾ ഈ ഉറക്കം കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടിസോൾ ഹോർമോണിൽ ഉണ്ടാകുന്ന കൂടുതലും ഇൻസുലിൻ റെസിസ്റ്റൻസിനൊക്കെ ഇത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ഫാക്ടറും ഇതിനൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോഴും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കാം, അപ്പോൾ തന്നെ നമ്മുടെ ഷുഗർ ലെവലിനെയും ബാധിക്കാം. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം എന്തായാലും നിർബന്ധമായി നമ്മളൊരു ഡെയിലി റുട്ടീനായിട്ട് തന്നെ കൊണ്ടു നടക്കുക എന്നുള്ളത്. പലരും ഡയബറ്റിസ് ഉണ്ടെന്ന് കണ്ടെത്തുന്നത് തന്നെ ഒരു ഹാർട്ട് അറ്റാക്കിന് ശേഷം, അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് വന്നതിന് ശേഷം, അതും അല്ലെങ്കിൽ നമ്മുടെ വിഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നാൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ നമ്മൾ പ്രോപ്പർ ആയ ഒരു ടെസ്റ്റിങ്ങും അതിനുശേഷം നമ്മളുടെ ഒരു ബാലൻസ്ഡ് മീലും നമ്മുടെ റുട്ടീൻ തന്നെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ സ്റ്റേജിൽ നിന്ന് ഡയബറ്റിസിലേക്ക് എത്താതെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ.
ഞാൻ സ്ലിം ആണ്, എനിക്ക് ഷുഗർ വരാൻ യാതൊരു ചാൻസും ഇല്ല. അതുപോലെ തന്നെ ഹണി സേഫ് ആണ്, ഷുഗറിന് പകരം ഹണി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെറും ഡയറ്റ് മാത്രം എടുത്താൽ മതി, എക്സസൈസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇതൊക്കെ നമ്മൾ അധികം കേട്ട് സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ക്യാപിറ്റൽ ആവുന്നതും. നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും റിസർച്ച് ചെയ്യുന്നില്ല. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പാടില്ല. പ്രോപ്പറായിട്ട് ഒരു ഡോക്ടർ അഡ്വൈസോടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് 25-നും 35 വയസ്സിനും ഇടയിലുള്ള യുവാക്കളിലായാലും സ്ത്രീകളിലായാലും ഒക്കെ ഡയബറ്റീസ് കൂടി വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഫുഡ് പാറ്റേൺ ആകെ മാറിയിട്ടാണല്ലോ. ജങ്ക് ഫുഡാണ് അധിക പേരും കഴിക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് മീലൊന്നും ഇല്ലാത്തതുപോലെ തന്നെ നമ്മുടെ ഉറക്കം ശരിയാവുന്നില്ല. അതുപോലെ തന്നെ സ്ട്രെസ് കൂടുന്നു. ഇതൊക്കെ തന്നെയാണ് മെയിൻ കാരണം. നമ്മൾ ഇതൊക്കെ മസ്റ്റ് ആയിട്ടും നമ്മുടെ ഒരു ദിനചര്യയായിട്ട് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിലെ ഡയബറ്റീസിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല ഇന്ത്യയിൽ ഇത്രയും ഡയബറ്റീസിന്റെ എണ്ണം കൂടുന്നത്. നമുക്ക് എല്ലാം അറിയാം, ഡയറ്റ് അറിയാം, എങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന് അറിയാം, എങ്ങനെ ഒരു പ്രോപ്പർ ഹെൽത്തി ആയിട്ടുള്ള റുട്ടീൻ ഫോളോ ചെയ്യുന്നത് ഒക്കെ അറിയാം. പക്ഷെ ഒരു ചെറിയ മടി, നാളത്തേക്ക് മാറ്റി വെക്കാം, അങ്ങനെ വർഷങ്ങളോളം പോകുമ്പോഴാണ് നമ്മളിൽ ഡയബറ്റീസ് റിപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റും ചെയ്തു. ഇപ്പൊ യങ്ങർ ഏജസിൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏർലി സ്ക്രീനിങ് ചെയ്യുക, ടെസ്റ്റസ് നേരത്തെ ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എക്സസൈസ് മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും ഡെയിലി നടക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ മിത്തുകളൊക്കെ ഫോളോ ചെയ്യാതിരിക്കുക. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു അവയർനെസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ അച്ഛനോ അമ്മക്കോ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയായിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അവരുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ ഈ വീഡിയോ ആവശ്യമുള്ള ആർക്കെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യും. താങ്ക് യു.